ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വാട്ടർ ഫിൽട്ടർ, അതായത് നമ്മൾ ജലമിത്രയുടെ വാട്ടർ ഫിൽട്ടർ എങ്ങനെയാണ് ബാക്ക് വാഷ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, ഇതിൽ ഇതിൻ്റെ നോബ്, ഇത് സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ ഫിൽട്ടർ ഭാഗമുണ്ട്. ഇവിടെ ഫിൽറ്ററാണ്, ഇവിടെ റിൻസ് വരുന്നുണ്ട്, ഇവിടെ വരുന്ന ബാക്ക് വാഷ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾക്ക് ഇതിൽ ഈ റൊട്ടേറ്റർ, ഇതിൽ കൺട്രോളർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഈ സപ്ലൈ അത് ഓഫാക്കിയ ശേഷം ലിവർ പിടിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ബാക്ക് വാഷിൽ കൊണ്ടുപോകാം. ഓക്കെ, അത് നമുക്കറിയാം മോശം വെള്ളം പോകും. അതിന് ശേഷം നമുക്ക് ഇത് ഓൺ ചെയ്യാം. ടാപ്പ് വെള്ളം ദിവസം കഴിയുമ്പോൾ അത് മോശം വെള്ളം പോകും. വെള്ളം കലക്കം വെള്ളം കലങ്ങിയ വെള്ളം പോകുന്നു. കുറച്ച് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്ത് വീണ്ടും നമുക്ക് റിൻസ് മോഡിൽ കൊണ്ടുവരാം. റിൻസ് മോഡ് വീണ്ടും ഇത് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കഴുകുന്ന പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ശുദ്ധമായ വെള്ളം വരും കുറച്ച് സമയം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഓഫാക്കുന്നു. വീണ്ടും നമുക്ക് ബാക്ക് വാഷ് മോഡിൽ കൊണ്ടുവരുന്നു. ബാക്ക് വാഷ് മോഡ് വീണ്ടും ഇത് ഓൺ ചെയ്യാം. അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യം നമ്മളുള്ള ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ചളി പൂർണ്ണമായി ഒഴുകിപ്പോയി നല്ല ക്ലിയർ വെള്ളം ആകുന്നതോളം നമ്മൾ എന്ത് ചെയ്യണം, ഇത് തിരിച്ചും മറിച്ചും റിൻസിലും ബാക്ക് വാഷ് അങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ബാക്ക് വാഷ് ചെയ്യുക. ഇപ്പോൾ കലക്ക് വെള്ളം ഉണ്ടോ, ശരിക്കും ഇതിൽ മോശം വെള്ളം പോവുകയാണ്. ഫിൽറ്റർ ചെയ്തും സ്റ്റോക്കായ മോശം വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഇത് ഓഫ് ചെയ്യുക. വീണ്ടും ഇത് എന്ത് ചെയ്യുക, റിൻസ് മോഡ് കൊണ്ടുവരിക, ഓൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ പുറത്തു പോകുന്ന വെള്ളം ക്ലിയർ ആവുകയോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അങ്ങനെ ബാക്ക് വാഷ് ചെയ്യുക. ഓക്കെ, അടുത്ത ബാക്ക് വാഷ് മോഡിലൂടെ ഓൺ ചെയ്യുക. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓഫ് ചെയ്യുക. ലിവർ പൊടിച്ച് വീണ്ടും ഫിൽറ്റർ മോഡിലൂടെ ഓൺ ചെയ്യുക. അങ്ങനെയാണ് ബാക്ക് വാഷ് ചെയ്യുന്നത്. ഓക്കെ.